പ്ലാറ്റ്ഫോമാണ്. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. വിളിച്ചതിനുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. നമുക്ക് ആദ്യം തന്നെ രാവിലെ പ്രഭാതം എന്ന് പറയുന്നത് എപ്പോഴും കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയമാണ്. എപ്പോഴും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബ്രീതിങ് എക്സസൈസിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ജസ്റ്റ് ഒന്നൊരു മെഡിറ്റേഷൻ പോലുള്ള ഒരു ചെറിയൊരു എക്സസൈസ് നമുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? കണ്ണടയ്ക്കുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും അതൊരു സ്ലോലി നമ്മളൊരു പോയിന്റിലേക്ക് നോക്കി സ്ലോ ആയിട്ട് നമ്മുടെ കണ്ണുകൾ ഒന്ന് പതുക്കെ അടയ്ക്കുക. ഒരു പോയിന്റിലേക്ക് നോക്കിയിട്ട് പതുക്കെ നമ്മുടെ കണ്ണുകൾ ഒന്ന് അടയ്ക്കുക. ഒരു 3 പ്രാവശ്യം ഡീപ് ബ്രത്ത്, ഒരു ശ്വാസോച്ഛ്വാസം ആഴത്തിലുള്ള ഒരു ശ്വാസം എടുക്കുക. 3 പ്രാവശ്യം ശ്വാസം എടുക്കുന്നു. ഡീപ് ബ്രത്ത്. പതുക്കെ ഒന്ന് നമ്മൾ റിലാക്സ് ആവുക. നമ്മുടെ ശരീരത്തിന്റെ ഭാരമൊക്കെ ഇല്ലാതെ ആക്കണം. നമ്മൾ ഇല്ലാതെ ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. അതൊക്കെ നമ്മുടെ ജസ്റ്റ് ലുക്കിംഗ് ടു അവർ ഇന്നർ മൈൻഡ്, സബ്കോൺഷ്യസ് മൈൻഡ്. പ്ലീസ് ലുക്ക് ഇൻ ടു അവർ സബ്കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സബ്കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ രണ്ടാമത്തെ മനസ്സെന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും ശക്തിയേറിയ നമുക്ക് സ്ട്രെങ്ത് തരുന്ന ഒരു മനസ്സാണ് സബ്കോൺഷ്യസ് മൈൻഡ്. അതിലേക്കൊന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ലുക്ക് ഇൻ ടു അവർ സബ്കോൺഷ്യസ് മൈൻഡ്. ജസ്റ്റ് ഇൻവോൾവ് ഇൻ ടു അവർ സബ്കോൺഷ്യസ് മൈൻഡ്. Just think about the relations that we have. So many relations we have. Our parents, our partner, children, our relatives, our neighbors, close friends. എല്ലാവരെയും ഒന്ന് ഓർക്കുക. And give a gratitude to the universe. Just express the gratitude towards the Lord Almighty. Just give gratitude to the abundance of relationships we have. നമുക്കുള്ള ഈ മനോഹരമായ ബന്ധങ്ങൾക്ക്, അതിൻ്റെ ഒരു ആധിക്യത്തിന് ഒരു സന്തോഷം, ഒരു നന്ദി നമ്മൾ ദൈവത്തോട്, യൂണിവേഴ്സിനോട് പറയുക. We have a lot of relationships. ധാരാളം നമ്മുടെ ഒരു ബ്ലിസ് ആണത്, ഒരു അനുഗ്രഹമാണത്. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. ഇവരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സ്നേഹത്തിന്, അമ്മയുടെ അച്ഛനിൽ നിന്ന് കിട്ടിയ നമുക്ക് എന്താ പറയുക, എണ്ണാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിർവചിക്കാനാവാത്ത സ്നേഹത്തിന്, നമ്മുടെ റിലേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ, പാർട്ട്ണറിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിന്, നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്നേഹത്തിന്, നമ്മുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലോർഡ് ഓൾമൈറ്റി. നമുക്ക് കിട്ടുന്ന എന്നും രാവിലെ നമ്മൾ ഉറക്കമുണരുന്നത് ഒരു വീട്ടിലാണ്. ഒരു ഷെൽട്ടർ നമുക്കുണ്ട്. എന്നും 3 നേരം അല്ലെങ്കിൽ 4 നേരം അല്ലെങ്കിൽ 5 നേരം നമുക്ക് ഫുഡുണ്ട്, ആഹാരമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ധാരാളം സപ്പോർട്ടുകളുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഓരോ നിമിഷവും നാം എടുക്കുന്ന ശ്വാസം, നമുക്കതില്ലെങ്കിൽ നാം ഇല്ല എന്നുള്ള ചിന്ത, അത് നമുക്ക് ദൈവം തന്ന അബണ്ടൻസ് ആണ്. നമുക്ക് യൂണിവേഴ്സ് പ്രദാനം ചെയ്ത അനുഗ്രഹങ്ങളാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ലോർഡ് ഓൾമൈറ്റി. താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഒരു ദീർഘനിശ്വാസം എടുക്കുക. പതിയെ കണ്ണുകൾ തുറക്കുക. നമ്മുടെ കൈകൾ കൊണ്ട് മുഖമൊന്ന് അമർത്തിത്തിടുക. താങ്ക് യു ഓൾ. ദ മെഡിറ്റേഷൻ ഈസ് ഓവർ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം സ്കൂളിൽ നമ്മുടെ HMRയുടെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ സാരി എടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽസിൽ പോയി അവിടെ കയറി ചെല്ലുമ്പോഴേക്കും നാച്ചുറലി നമുക്കറിയാം അവിടെ 2 പേരുണ്ടാവും. എപ്പോഴും പെൺകുട്ടികളായിരിക്കും. അവർ വന്ന് നമ്മളോട് എവിടെയാണ് പോകേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ പറയും ഇന്ന സാരി എടുക്കാനാണ്, അല്ലെങ്കിൽ ചുരിദാറാണ്, അല്ലെങ്കിൽ ഷർട്ടാണ്, എന്തെങ്കിലുമൊക്കെ പറയാം. അവർ നമുക്ക് ആ ഒരു പ്ലോട്ട് കാണിച്ചു തരും. അതിനുശേഷം അവരവിടെ നിൽക്കും. കഴിഞ്ഞ ദിവസം ഞാനത് നോക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പ്രശ്നങ്ങളൊക്കെ ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ളതാണ്.
പക്ഷെ തിരിച്ച് ഞാൻ ഇറങ്ങി ഒരു മണിയായിട്ട് നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴും ഈ 2 പെൺകുട്ടികളും അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി കേസസിൽ ഇങ്ങനെ ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാവുകയും അല്ലെങ്കിൽ അങ്ങനെ അവരെ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി ആണ്. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുമ്പോൾ പെൺകുട്ടികളുടെ മാത്രമല്ല, ഇറ്റ് ഇസ് അബൌട്ട് ഓൾ അബൌട്ട് മെൻ ഓൾസോ, ആണുങ്ങളെയും കുറിച്ചുണ്ട് കേട്ടോ. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചാണ് ഞാനൊരു ക്ലാസ് എടുക്കാനായിട്ട്, ഒരു സെഷൻ എടുക്കാനായിട്ട് പോകുന്നത്. ജെൻഡർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 2 ടേംസ് നമ്മൾ റെഫർ ചെയ്യാതെ പറ്റില്ല. ഒന്ന് സെക്സ്, ഒന്ന് ജെൻഡർ. സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ബയോളജിക്കൽ നെയിം. മെയിൽ, ഫീമെയിൽ ആൻഡ് ഇന്റർസെക്സ്. മെയിൽ, ഫീമെയിൽ ആൻഡ് ഇന്റർസെക്സ്, ദാറ്റ് ഈസ് ട്രാൻസ്ജെൻഡേഴ്സ്. സെക്സ് എന്ന് പറയുമ്പോഴേക്കും അത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതിന് യാതൊരു രീതിയിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. അതേസമയം ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് സോഷ്യൽ റോൾസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ഡിഫൈൻഡ് ബൈ സൊസൈറ്റി. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ജെൻഡറിനെ ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് വേർഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഒരു സമൂഹം കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ടൈറ്റിൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ജെൻഡർ എന്ന് പറയുമ്പോഴേക്കും. സോ ദേ ആർ ദ 2 ഫാക്ടേഴ്സ്, ദ സെക്സ് ആൻഡ് ദി ജെൻഡർ. ഈ ജെൻഡർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി? ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. വാട്ട് ഇസ് ജെൻഡർ ഇക്വാലിറ്റി? നമ്മൾ എന്താണ് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ? സ്ത്രീ പുരുഷ സമത്വമാണോ? സ്ത്രീ പുരുഷ സമത്വമാണ്. ഓക്കെ, ദാറ്റ് ഇസ് കറക്റ്റ്. താങ്ക് യു മാം. സ്ത്രീ പുരുഷ സമത്വമാണ്. സമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സ്ത്രീ പുരുഷനെ പോലെ ആവുകയും പുരുഷൻ സ്ത്രീയെ പോലെ ആവുകയും ചെയ്യുകയാണോ എന്നതാണ് എന്റെ ചോദ്യം. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എവരിവെയർ. അതായത് സ്ത്രീ എന്നുള്ള കാര്യം പറഞ്ഞു മാറ്റി നിർത്താൻ പാടില്ല. അങ്ങനെയുള്ള ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതായത് നമുക്ക് ഇക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇപ്പൊ കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ തലമുടിയൊക്കെ വെട്ടി നടക്കുന്നു, ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ തലമുടി നീട്ടി വളർത്തുന്നു, തിരിച്ച് പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ചെയ്യുക. അതല്ല, ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് സെയിംനെസ്, ഒരേപോലെ ആവുക എന്നുള്ളതല്ല, ബട്ട് അബൌട്ട് ഓപ്പർച്യൂണിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ്. അവസരങ്ങൾക്ക്, അതുപോലെ തന്നെ അവകാശങ്ങൾക്ക്, അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള കൺസിഡറേഷൻ വരിക എന്നതാണ് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുക. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സെയിംനെസ് ബട്ട് അബൌട്ട് ഫെയർനെസ്. ഫെയർനെസ് മീൻസ് നമ്മൾ നീതിപൂർവ്വം കൺസിഡർ ചെയ്യുക 2 പേരെയും, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ 2 പേരെയും നീതിപൂർവമായിട്ട് റെസ്പോൺസിബിലിറ്റീസിലും അതുപോലെ തന്നെ റൈറ്റ്സിലും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസിലും ഒക്കെ കൺസിഡർ ചെയ്യുന്നതാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഹ്യൂമൻ റൈറ്റ് ആണ്. ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ്. അതൊരു മനുഷ്യ അവകാശമാണ്. ആൻഡ് വിച്ച് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ പീസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ് സൊസൈറ്റി. ഒരു പ്രോസ്പെറസ് ആയിട്ട് വളർന്നുകൊണ്ട് വരുന്ന, ഐശ്വര്യപൂർണ്ണമായിട്ട് വളർന്നു വരുന്ന ഒരു സൊസൈറ്റിയുടെ, അല്ലെങ്കിൽ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളതാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്തിനകത്തൊക്കെയാണ് ഇക്വാലിറ്റി വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈക്വൽ ആക്സസ് വേണം. എന്തൊക്കെ? ആക്സസിബിൾ ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഹെൽത്ത് കെയർ ആൻഡ് റിസോഴ്സസ്. നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉള്ള ഒരു കാര്യം, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെയാണ്. പക്ഷെ അല്ല, അങ്ങനെയല്ല, വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും നമുക്കറിയാം, ഇപ്പൊ ടീച്ചർ നസീന മാമയുടെ ആദ്യം സൂചിപ്പിച്ചു, ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് മക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഒരു സൊസൈറ്റിയിലെ കൂടുതലായിട്ടുള്ള കുട്ടികളും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. അതായത് ചില വീടുകൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ഹെൽത്ത് കെയർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വീക്കായിട്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീ സമൂഹം ആ ഒരു വീക്ക്നെസ് ഇൻ ഹെൽത്ത് ഉണ്ടാവാറുണ്ട്. അതുപോലെ എംപ്ലോയ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും അവനൊരു ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവനെ വീട് നോക്കിക്കോളും. പക്ഷെ പാളി പോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. റിസോഴ്സസ്, നമുക്കൊരു ലാൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് കുറവായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഇന്റർവെൻഷൻ നടത്തിക്കോട്ടെ.
ഓക്കെ സാറേ. അത് ഈക്വൽ ആക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഇത്രയും നാളായിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് ഈക്വൽ ആക്സസ് ടു പബ്ലിക് പ്ലേസ് ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അതാണ് സാർ ചോദിച്ചത്. വളരെ അത് ഞാൻ പറയും അതില്ല എന്നുള്ളതാണ്. പിന്നീട് സുപ്രീം കോടതി തന്നെ ഇടപെട്ടിട്ട് പോലും അത് ഇപ്പോഴും പൂർണ്ണമായിട്ടും പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് അതായത് നമ്മൾ ഇത്രയും ശ്രദ്ധിക്കുക, ഇപ്പോഴും ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി ഇല്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. സാർ പറഞ്ഞത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, റിസോഴ്സസ്, അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് കെയർ, ഇതിലൊന്നും ഈക്വൽ ആക്സസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ, നമുക്കറിയാം വയലൻസ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഹാർംഫുൾ പ്രാക്ടീസസ് ഉണ്ട്. അത് നമുക്കറിയാം, ഹാർംഫുൾ പ്രാക്ടീസസും വയലൻസും ഡിസ്ക്രിമിനേഷനും ഒക്കെ നോട്ട് ഓൺലി അഗൈൻസ്റ്റ് വിമൻ ബട്ട് ഓൾസോ ഇറ്റ് ഇസ് അഗൈൻസ്റ്റ് മെൻ ഓൾസോ. അതായത് നമുക്ക് ആണുങ്ങളുടെ അതായത് പുരുഷന്മാർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവുക അഗൈൻസ്റ്റ് വയലൻസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹാർംഫുൾ പ്രാക്ടീസസ്. അതുപോലെ തന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴേക്കും നമുക്കറിയാം, വീട്ടിൽ തന്നെയാണെങ്കിലും മിക്കവാറും എല്ലായിടത്തും മിക്കവാറും നമ്മൾ പറയും ഈക്വൽ ആയിട്ട് നമ്മൾ പദവിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴേക്കും മെൻ പ്രിഡോമിനന്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോഴേക്കും ആണുങ്ങൾ മുമ്പിലേക്ക് നിന്ന ലീഡർ ആവാനുള്ള ഒരു മീൻസ് അത് അവർ തന്നെ അല്ലായിരിക്കും. അവർ ചിലപ്പോൾ ഇക്വാളിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, പക്ഷെ വിമൻ മുന്നോട്ട് വരാത്തൊരവസ്ഥ സംജാതമാവുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ലൈഫിൽ പൊതുജീവിതം എടുക്കുമ്പോഴേക്കും അവിടെയൊക്കെ മെൻ പ്രിഡോമിനന്റ് ആവുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. പിന്നെ ഈക്വൽ വാല്യൂ കൊടുക്കുക, നമ്മളൊരു ഈക്വൽ വാല്യൂസ് കൊടുക്കുക, കോൺട്രിബ്യൂഷൻസ്, ആസ്പിറേഷൻസ് ആൻഡ് നീഡ്സ്. ഒരു വീട്ടില് ഒരു ആണും പെണ്ണും കൊടുക്കുന്ന പിന്നെ സംഭാവനകൾ ഉണ്ടാവും, അതൊക്കെ ഈക്വൽ ആയിട്ട് വാല്യൂ ചെയ്യുക. ആസ്പിറേഷൻസ്, ഡ്രീംസ്, ആണിനും പെണ്ണിനും ഈക്വൽ ആയിട്ടുള്ള ഡ്രീംസ്, നമുക്ക് എല്ലാവർക്കും ഡ്രീമുകളുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ സ്വപ്നങ്ങളുണ്ട്, അതിന് വാല്യൂ കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യങ്ങൾ ഉണ്ടാവും, അത് ആദ്യം ആൺകുട്ടി എന്നുള്ള രീതി വെക്കാതെ രണ്ടുപേർക്കും, അല്ലെങ്കിൽ പെൺകുട്ടി എന്നുള്ള രീതി വെക്കാതെ രണ്ടുപേർക്കും ഒരേപോലെയുള്ള വാല്യൂ കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ വാല്യൂസിന് പ്രാധാന്യമുണ്ട്. അതായത് ആണിനും പെണ്ണിനും ഒക്കെ വാല്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് ഈക്വൽ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞതാണ്, ഈക്വൽ ആയിട്ട് വാല്യൂസ് കൊടുക്കണം, ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേഷൻ വേണം, ഈക്വൽ ആയിട്ട് പ്രൊട്ടക്ഷൻ വേണം, ഈക്വൽ ആക്സസ് വേണം. അതാണ് ജെൻഡർ ഇക്വാളിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം. ഇനി നമ്മൾ ഇത് പറയുമ്പോഴേക്കും ഇപ്പൊ സാറ് പറഞ്ഞ ഒരു ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പല രീതിയിലും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. 2023 നടന്ന ഒരു കണക്കെടുപ്പില് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തില് ഒരു ജെൻഡർ ഇക്വാളിറ്റി, അത് ഒരു ഗ്യാപ്പ്, അതായത് മെയിൽ ഫീമെയിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഏകദേശം 132 വർഷം എടുക്കും എന്നുള്ള കാര്യമാണ് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023 ഗ്ലോബൽ വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ഒരു കണക്കാണ്. 132 വർഷത്തിന് ശേഷം മാത്രമേ അത്രയും ഗ്യാപ്പ് എടുക്കൂ. if we want to fill this gap between male and female എന്നുള്ളതാണ് കണക്ക്. നമുക്കറിയാം, നമ്മളിപ്പം പറയുന്നത് ഒരു പിന്നെ നിയമവശങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഭരണപരമായിട്ട് അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെന്ന് വിചാരിച്ചോളൂ. പാർലമെന്റ്, അതായത് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തൊട്ട് നോക്കാം. നമുക്കിപ്പോ കഴിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീകൾക്കാണ് നമ്മൾ ഓൾറെഡി ഉണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ആ പഞ്ചായത്തിലെ നമ്മുടെ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പില് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് നാച്ചുറലി പെണ്ണാണ് പ്രസിഡന്റ്. ആ പ്രസിഡന്റ് പിന്നെ തീരുമാനം എടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കുണ്ടായി. കാരണം പിന്നെ ആ പ്രസിഡന്റ് പറയേണ്ട കാര്യങ്ങൾ വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പൊ ആ ഡിസിഷൻ മേക്കിംഗ്, പോളിസി മേക്കിങ്ങില് പെണ്ണിന് സ്ഥാനം ഇല്ലാതെ, ഫീമെയിലിന് സ്ഥാനം ഇല്ലാതെ മെയില് അത് ഡോമിനന്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ ഏകദേശം അതിൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 33% സ്ത്രീകൾക്ക് പാർലമെന്റില് അല്ലെ നിയമസഭയില് സ്ത്രീ സംവരണം തീരുമാനം പാർലമെന്റ് എടുത്തു. അതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ എഫക്ട് എപ്പോഴാണ് വരുന്നത്? അതിന്റെ എഫക്ട് വരുന്നത് ഇപ്പോഴൊന്നും എഫക്ട് വേണ്ട,
അത് പിന്നീട് ജനറൽ സെൻസസ് കഴിഞ്ഞ ശേഷം മതി എന്നുള്ളതാണ്. അവിടെ തന്നെ ടോർപ്പേഡോ ചെയ്യുകയാണ്. ഒരു വശത്ത് തീരുമാനം എടുക്കുകയും മറുവശത്ത് തന്നെ മറ്റേ കണ്ടീഷൻ വെക്കുകയാണ്. അത് ഇപ്പോഴൊന്നും നടപ്പാക്കേണ്ട, അത് പിന്നീട് ജനറൽ സെൻസസ് കഴിഞ്ഞാൽ അത് നടക്കാനും പോകുന്നില്ല, അത് തുടങ്ങാനും പോകുന്നില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഈ കേസിൽ ഉണ്ടാകുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമം. അതെ സാറ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ലാക്ക് ചെയ്യുന്നത്. നമ്മൾ ആരാണ്ട് പറഞ്ഞ തീരുമാനമാക്കുന്ന പോളിസികൾ മേക്ക് ചെയ്യുമ്പോഴേക്കും ഏകദേശം 26% ഓഫ് വിമൻ മാത്രമാണ് പോളിസി മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കണക്ക്. അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ പേ ഗ്യാപ്പ് ഉണ്ട്. നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ പേ വരുമ്പോഴേക്കും ഈക്വൽ ആയിട്ട് റെമ്യൂണറേഷൻ കൊടുക്കുക. നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൊക്കെ ഈക്വൽ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ തൊഴിലിടങ്ങളിൽ ഏകദേശം 23 crore, അതായത് 23 കോടി പെണ്ണുങ്ങൾക്ക്, അത്രയും 20% ക്രോർ അല്ല കേട്ടോ, സോറി, 20%, 23% ഫീമെയിലിന് വേജില്, അതായത് ഒരേ ജോലിക്ക് ഈക്വൽ റെമ്യൂണറേഷൻ അല്ലാതെ പേ ഗ്യാപ്പ് ഉണ്ടാകുന്നു. അതായത് അവർക്ക് പേ കുറവാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. That means that gender pay gap is existing. That means for the same work equal remuneration അല്ല കൊടുക്കുന്നത്, ഫീമെയിലിന് ലെസ് റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 736 മില്യൺ ഫീമെയിൽ ഇപ്പോഴും ഫിസിക്കൽ, സെക്ഷുവൽ, അതുപോലെ തന്നെ മെന്റൽ ഹരാസ്മെന്റിന്, അസോൾട്ടുകൾക്ക് വിധേയമാകുന്നു എന്നുള്ള ഒരു വലിയ കണക്കാണ്. This is all statistics. 736 million women all over the globe ആണ് കേട്ടോ, all over the world ആണ്. They are suffering physical, mental and sexual assault. അത് അവര് അത്രയും കാര്യങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ് ഒരു കണക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിട്ടുണ്ട്, this gender equality is a human right which is the foundation of a prosperous and a prosperous and a sustainable society. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ജെൻഡർ ഇക്വാളിറ്റിയാണ്. ആ ജെൻഡർ ഇക്വാളിറ്റിയിൽ ഈ ഗ്ലോബൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കാം. നമുക്കറിയാം, ഇന്ത്യ ഈസ് എ ഡീപ് റൂട്ടഡ് സൺ പ്രിഫറൻസ് കൊടുക്കുന്ന സ്ഥലമാണ്, അല്ലെ? നമുക്കറിയാം നമ്മുടെ സംസ്കാരം അങ്ങനെ തന്നെയാണ്. അതൊക്കെ നമ്മളിലേക്ക് കുറേശ്ശെ നമ്മൾ വാങ്ങി വന്ന, അതൊക്കെ ഇപ്പൊ കുറച്ച് നമ്മളെല്ലാം മാറുന്നുണ്ട് കേട്ടോ, മാറുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്ത്യ ഈസ് എ ഡീപ് റൂട്ടഡ് സൺ പ്രിവിലേജ് ഉള്ള ഒരു കൺട്രിയാണ്. അതായത് ആൺകുട്ടിക്ക് പ്രിവിലേജ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് വളരെ വിപ്ലവങ്ങൾക്ക് ശേഷം അതിനകത്തൊക്കെ മാറ്റം ഉണ്ടായെങ്കിലും എന്താ സംഭവിക്കുക, ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എഡ്യൂക്കേഷണൽ ഡ്രോപ്പ് ഔട്ട് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ എഡ്യൂക്കേഷൻ ആ ഒരു അതിന്റെ ഒരു രീതി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏകദേശം ഒരു 18-20 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇന്നും കൂടുതലാണ്. യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു 90 കിഡ്സിലൊക്കെ, നമ്മളുടെ ഒക്കെ കാലഘട്ടത്തിൽ, എന്റെ ഒക്കെ കാലഘട്ടത്തിൽ, ഞാനൊരു 90 കിഡാണ്, 1970 ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ ഓർക്കുന്നു, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലെ കല്യാണം എന്ന് പറയുന്നതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ജോലി കിട്ടുക എന്ന് പറയുന്നതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് പെൺകുട്ടികൾ കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഈ കുട്ടികളുടെ ഒക്കെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്യാനും അവരോട് സംസാരിക്കാനും ഒക്കെ ആ ഒരു വെഡിങ് ഡേ അല്ലെങ്കിൽ ആ ഒരു മാരേജ് ഡേക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നു. കാരണം അതിനകത്ത് ഒരുങ്ങി ചെല്ലുന്നതും അതിനകത്ത് ആ പ്രസന്റബിൾ ആയിട്ട് ചെല്ലുന്ന ഒരു കാര്യത്തെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഒരു 8th അല്ലെങ്കിൽ 9th ആകുമ്പോൾ തന്നെ ഒരു റിലേഷനിൽ ഏർപ്പെടുന്നു. പിന്നെ ആ റിലേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെസ് ആണ് അവർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ജോലിക്ക് പോലും അവർ പോകുന്നത്. അതിനുശേഷം ഈ കല്യാണത്തിന് ശേഷം മാത്രമാണ് ഇനി എന്താണ് ലൈഫ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതെനിക്ക് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ എക്സാമ്പിൾസും എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റം പിന്നെയും കൂടി വരികയാണെന്ന് തോന്നുന്നു. ഒരു 1820s കല്യാണം നടത്തിയിട്ട് ഒരു ഒരു ഹൗസ് ഹോൾഡ് രീതികൾ അവരെ ഏറ്റെടുക്കുക, ഒരു വീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുനിയുന്ന ഒരു സൊസൈറ്റി, അങ്ങനെയുള്ള ഒരു കൊച്ചു പെൺകുട്ടികളുടെ ഒരു സൊസൈറ്റി രൂപീകൃതമായിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരു കാര്യവും അത് പേരൻസും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ആൺകുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി അവർ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ജോലിക്ക് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കാര്യം.
അതൊന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി. അതുപോലെ തന്നെ മൊബിലിറ്റി, റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി ആണ്. സേഫ്റ്റി, നമ്മളിപ്പോൾ രാത്രിയിൽ ഒരു 7-7:30 ശേഷം പെൺകുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴും സൊസൈറ്റി കാണുന്നത് അയ്യോ ആ കൊച്ചിതേ കണ്ടില്ല 7:30 മണി 9 മണിയായി തിരിച്ചു വന്നപ്പം. എല്ലായിടത്തും കാര്യമല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിങ്സ് ചേഞ്ചസ്, മാറിയിട്ടുണ്ട്. പക്ഷെ ഈവൻ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ ഒരു 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 10 മണിക്കൊക്കെ നമുക്ക് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദ്യം ഉണ്ടാവും, എന്ത് പറ്റി ടീച്ചറെ, ഇന്നലെ ടീച്ചർ ലേറ്റ് ആയാലും എന്താ താമസിച്ചേ? അങ്ങനെ നമ്മളെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ദാറ്റ് ഈസ് പിന്നെ വിമൻസ് ഫ്രീഡം ലിമിറ്റഡ് ആയിട്ട്. ദാറ്റ് മീൻസ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ആൻഡ് സേഫ്റ്റി കൺസേൺസ് ലിമിറ്റ് വിമൻസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, പാർട്ടിസിപ്പേഷൻ ഇൻ പബ്ലിക് സ്പേസസ് ആൻഡ് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. ഇക്കണോമിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ, പാർട്ടിസിപ്പേഷൻ ഇൻ പബ്ലിക് സ്പേസസിൽ, അതുപോലെ തന്നെ മൊബിലിറ്റി ഇൻ മൂവ്മെന്റ്, ഇതൊക്കെ ഇപ്പോഴും റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ അൺഈക്വൽ ഡൊമസ്റ്റിക് ബർഡൻ. നമ്മൾ ഈ വിമൻ, പെൺകുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ, സ്ത്രീകളെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഒരു കെയർ സിസ്റ്റം റൺ ചെയ്യുന്നത് അവരാണെന്ന് തോന്നുന്നു. കെയർ സിസ്റ്റം വീട്ടിലാണെങ്കിൽ തന്നെയും രാവിലെ നമ്മൾ എണീക്കുമ്പോഴേക്കും വീട്ടിൽ അമ്മ അടുക്കളയിൽ ഉണ്ടാവും. അമ്മ പിന്നെ ഒരു ചായ അല്ലെങ്കിൽ വൈഫ് ഒരു ചായ എടുത്ത് ഹസ്ബൻഡിന് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇന്നും മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഷെയർ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഉസ്മാൻ സാറ്, വളരെ എക്സാമ്പിൾസ് ഇവിടെ നമുക്ക്, ഉസ്മാൻ സാറ് രാവിലെ തന്നെ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ കണ്ടത്, ഒരു വീഡിയോ ആണ് കണ്ടത്. അപ്പോ വൈഫല്ല കസ്റ്റമർ ആണ്. ഓക്കെ, അത് തന്നെ, ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണെങ്കിൽ കസ്റ്റമർ ആരാണെങ്കിലും ഷീസ് എ വുമൺ, ഒരു സ്ത്രീയാണ്. അപ്പൊ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. അപ്പൊ അങ്ങനെ ആ ഡൊമസ്റ്റിക് ബർഡൻസ് ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഏകദേശം ആണുങ്ങൾ ചെയ്യുന്നതിലും, അതായത് മെയിൽ ചെയ്യുന്നതിലും 5 ടൈംസ് 5 ഇരട്ടി ഡൊമസ്റ്റിക് ബർഡൻ പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഏറ്റെടുക്കുന്നതായിട്ട് ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. നമ്മുടെ ഇന്ത്യയിലെയാണ് കേട്ടോ. ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ഇന്ത്യയിലെ കെയർ സിസ്റ്റം റൺ ചെയ്യുന്നത്, നമ്മുടെ ഫാമിലി കെയർ സിസ്റ്റം റൺ ചെയ്യുന്നതിൽ ആണുങ്ങളെക്കാളും 5 ഇരട്ടി പെണ്ണുങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുള്ളത് ഉണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് അവരുടെ കരിയറിനെയും അതുപോലെ തന്നെ എക്കണോമിക് പാർട്ടിസിപ്പേഷനും ഒക്കെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, there is a glass ceiling ഈ ചൈൽഡ്, ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോഴേക്കും അവളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് ഒരു ഗ്ലാസ് സീലിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. ഒരു ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ഗ്ലാസ് സീലിംഗ് മീൻസ് ഇറ്റ് ഇസ് ആൻ ഇമാജിനറി തിങ്. യുനോ, നമ്മള് വളർന്നു വരുമ്പോഴേക്കും നമ്മുടെ തല ചെന്ന ഒരു ഗ്ലാസ്സിൽ ഇടിക്കുകയാണെങ്കിൽ അവിടെ ആ വളർച്ച നിൽക്കുന്നു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഗ്ലാസ് സീലിംഗ് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈച്ച് ഗേൾ ചൈൽഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യുക. ആ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും കൊടുക്കുന്നതുമാണ്. മോസ്റ്റ് ഓഫ് ദി കേസസിലും നമ്മളിപ്പോൾ കേരളത്തെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര വലിയ റെലവെന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇൻ കേരള നമ്മൾ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനും പെൺകുട്ടികളുടെ ജോലിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എങ്കിലും ഒരു മൈനോറിറ്റി പെർസെന്റ്, ഇപ്പൊ സാറ് ഒരു അഡ്വക്കേറ്റ് ആണ്, വിൻസെന്റ് സാർ ഇവിടെ സൂചിപ്പിച്ചു, സാറിന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ഗ്ലാസ് സീലിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നമ്മുടെ ഉയർന്നു വരുമ്പോഴേക്കും അത് തട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് സീലിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകിൽ കല്യാണം അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി വഴി മാറേണ്ട ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുക? നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം, ആക്സസ് ടു എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്താണെങ്കിലും അത്യാവശ്യമാണ്. എവിടം വരെ പഠിക്കാൻ പറ്റുമോ അത്രയും വരെ കുട്ടികളെ പഠിപ്പിക്കുക, പെൺകുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ എന്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ എഡ്യൂക്കേഷൻ ലിമിറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനേ ഉള്ളൂ. പക്ഷെ എന്റെ അമ്മ എനിക്ക് വിദ്യ എന്നുള്ള പേരിട്ടത് തന്നെ ആ ഒരു എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. 4ാം ക്ലാസ് വരെയാണ് എന്റെ അമ്മ പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് അമ്മമാർക്ക്, ചില അമ്മമാർക്ക്, നമ്മളിപ്പോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്നുള്ള ഒരു രീതിയിൽ, ഒരു HM എന്നുള്ള രീതിയിൽ, ഒരു സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, അമ്മമാരാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. അച്ഛന്മാർ പിന്നെയും ടീച്ചറെ ഞാൻ അങ്ങനെയാണ്, അതങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നോട് പറയാൻ. അമ്മമാരാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയും അമ്മമാർ കുറച്ചുകൂടി ആക്സസ് ടു എഡ്യൂക്കേഷൻ, നമ്മുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അച്ഛന്മാരും വേണ്ടായിരിക്കുന്നില്ല, അപ്പൊ ഇക്വാലിറ്റി ഉണ്ടാവില്ലല്ലോ. അച്ഛന്മാരും ഇമ്പോർട്ടൻസ് കൊടുക്കണം.
അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം പഠിച്ച് വെറുതെ നമ്മൾ കുറെ പിന്നെ MA BEd അങ്ങനെയൊക്കെ പോവാതെ നമുക്ക് ഓരോ സ്കില്ലുകൾ ഉണ്ടാവും. ഒരു മെന്റർ, കരിയർ മെന്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തർക്കും ഇന്റലിജൻസസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്, ലൈഫ് സ്കിൽസ് ഉണ്ട്. അതനുസരിച്ച് ഓരോ കുട്ടിയുടെയും ആ സ്കില്ലുകളും അതുപോലെ തന്നെ ഇന്റലിജൻസസും കണ്ടെത്തി അത് മൗൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതാണ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു സ്ട്രീം ഉണ്ടാവും. അവിടെ എത്തിച്ചേരാനായിട്ട് തീർച്ചയായും സാധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വൊക്കേഷണൽ ട്രെയിനിങ്, ഗൈഡൻസ് ഫ്രീ ഫ്രം ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ഓരോ ജെൻഡർ ബയാസ് എന്നാണ് അറിയാം, ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കുക. അതുപോലെ സ്റ്റെം എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ എൻകറേജ് ചെയ്യുക. ദാറ്റ് മീൻസ് ഈ ഒരു ഗ്ലാസ് സീലിംഗ് അത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എൻകറേജ്മെന്റ്. നിനക്കത് പറ്റും, നിന്നെ കൊണ്ട് അത് സാധിക്കും, അങ്ങനെ അല്ലാതെ നിനക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, നീ ഇവിടെ നിൽക്കൂ, നീ ഒരു പെണ്ണല്ലേ എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ ചെറിയ വാക്കുകൾ പോലും ആ പെണ്ണല്ലേ അല്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയല്ലേ നിനക്കത് സാധിക്കില്ല എന്ന് പറയുന്നത് അടുത്ത് തന്നെ നമ്മൾ ഈ ഗ്ലാസ് ബാരിയേഴ്സ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതുപോലെ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവസരങ്ങൾ ലീഡർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. പെൺകുട്ടികളെ ഒക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ വീട്ടിൽ തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കാം. നീ അത് ചെയ്തോളൂ, നീ അത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ലീഡർഷിപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കീ വർക്ക് പ്ലേസ് ചാലഞ്ചസ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഞാനിപ്പോ പറഞ്ഞു നിങ്ങളോട്, ജെൻഡർ പേ ഗ്യാപ്പ് ഉണ്ട്, ഒക്യുപേഷണൽ സെഗ്രിഗേഷൻ ഉണ്ട്, വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പൊ നമുക്കൊരു ഇക്വാളിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദാറ്റ് ഡസന്റ് എക്സിസ്റ്റ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മളെങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെൻഡർ ഇക്വാളിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, സ്റ്റെം എൻകറേജ്മെന്റ്, ലീഡർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് നേടാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ്. ഇനി ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്. ഇപ്പൊ അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാർ ഇവിടെ ഉണ്ട്, സാറിന് അറിയാം. നമുക്കറിയാം ലോസ് ആൻഡ് പോളിസീസ് ആർ ദെയർ ഫോർ ജെൻഡർ പ്രൊട്ടക്ഷൻ. ലോ എന്നുള്ള രണ്ട് ജെൻഡറിനെയും, മെയിൽ ഓർ ഫീമെയിൽ, രണ്ട് ജെൻഡറിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ലീഗൽ പോളിസി ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14, 15, 6 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ. അതായത് ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾസ് ആണ് 14, 15, 16 ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂഷനിലെ. അത് നിയമത്തിന് മുമ്പിൽ രണ്ട് ജെൻഡറിനെയും ഈക്വലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഉണ്ട്. അതായത് ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക് കൊടുക്കുക. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണ്. അതായത് ഈക്വൽ ആയിട്ട് നമ്മൾ റെമ്യൂണറേഷൻ കൊടുത്തില്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ പോഷ് ആക്ട് 2013, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, തൊഴിലിടങ്ങളിൽ പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർക്കുണ്ടാവുന്ന സെക്ഷൽ ഹറാസ്മെന്റിനെതിരെയുള്ള ആക്ട് ആണ് പോഷ്, POSH, പോഷ് ആക്ട് 2013 ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ട് ഉണ്ട്, 2019 നിലവിൽ വന്നതാണ്. ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി, നമ്മൾ ഈ ഒരു രണ്ട് സെക്സിനെ കുറിച്ച് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഡോമിനന്റ് ആയിട്ടുള്ള സെക്സ് ആണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അവർക്കുള്ള അവസരങ്ങൾ, അവർക്കുള്ള പ്രത്യേകതകൾ, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക, അവർ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ഭാഗമാണെന്ന് കൺസിഡർ ചെയ്യുക, ഇതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ട് 2019. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആക്ടുകൾ, ഇങ്ങനെയുള്ള ലോസ്, ഇങ്ങനെയുള്ള പോളിസീസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുക. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈ പോളിസീസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യണമെന്ന് അറിയണം. പിന്നീട് നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇപ്പം ലോ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം മറ്റേണിറ്റി ലീവ് ഒക്കെ ആണെങ്കിലും 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പറ്റേണൽ ലീവ് ഉണ്ട്, 10 ദിവസം, 15 ദിവസം ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 15 ദിവസത്തേക്ക് പറ്റേണൽ ലീവ് ഉണ്ട്. അപ്പൊ ആ ഇക്വാലിറ്റി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോ മെനി ലോസ് ആർ ദെയർ, സോ മെനി പോളിസീസ് ആർ ദെയർ. അത് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ആ ട്രെയിനേഴ്സ്, നമുക്ക് ട്രെയിനേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു റൈറ്റ് കൂടിയുണ്ട്, നമുക്കൊരു അവകാശമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പം തൊഴിലിടങ്ങളിൽ ഇതുപോലെയുള്ള ഹറാസ്മെന്റുകളും അതുപോലെ തന്നെ ഇനിക്വാളിറ്റി ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരത് മുമ്പോട്ട് വരുന്നില്ല അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ട്രെയിനേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് അവയർനെസ് അവർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടെ പോളിസി അവർ മേക്ക് ചെയ്യുമ്പോഴേക്കും ആ സ്ഥാപനങ്ങൾക്കും അതിനുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു അവയർനെസ് രണ്ടു കൂട്ടർക്കും, ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓൾസോ ഫോർ
ദാറ്റ് മീൻസ് സോഷ്യൽ ഫ്രെയിംവർക്കിൽ ഈ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ലോസ് എലോൺ കനോട്ട് എൻഷുർ ഇക്വാളിറ്റി. നമ്മൾ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ടും ഇൻഇക്വാളിറ്റി ഉണ്ട്. അതിന് കാരണം എന്തെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ലോസ് കനോട്ട് എൻഷുർ ഇൻഇക്വാളിറ്റി, ദേ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ സോഷ്യൽ അവയർനെസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ ആക്ഷൻ ടു ക്രിയേറ്റ് മീനിങ് ചേഞ്ച്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരണം, സോഷ്യൽ അവയർനെസ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ആക്ഷൻ, നമ്മുടെ ഒരു ആക്ഷൻ. ഇൻഡിവിജ്വൽ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യേണ്ട കാര്യം. വീട്, നമ്മുടെ തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ വീട്ടില് എന്താണ് നമ്മൾ ആണുങ്ങൾ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ പിന്നെ പുരുഷന്മാർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ ചെയ്യാനുള്ളത്. നമുക്കറിയാം ഷെയർ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ അടുക്കള എന്ന് പറയുന്ന ഒരു തൊഴിലിടാണ് അല്ലെ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ വൈഫിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി വൈഫിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, പിന്നെ ഭർത്താവ് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഭാര്യ ഹെൽപ്പ് ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല, ഈക്വലി ഷെയർ ചെയ്യുക ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ തന്നെ മെന്റേഴ്സ് ആൻഡ് സ്പോൺസേഴ്സ് ആവുക, അങ്ങോട്ടും ഇങ്ങോട്ടും മെന്റേഴ്സും സ്പോൺസേഴ്സും ആവുക. അത് സൊസൈറ്റിയിൽ നമുക്ക് പറ്റും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള, ഒരു ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചുള്ളൂ, പലരും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചിലർ പ്രതികരിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഈ പ്രതികരണം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് ചിലപ്പോൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ടായിരിക്കും ആൾക്കാർ പ്രതികരിക്കാതിരിക്കുന്നത്. പക്ഷെ പ്രതികരണം അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് റെസ്പോൺസ് അറ്റ് റൈറ്റ് ടൈം, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും മീഡിയസിലും ഒക്കെ വായിക്കുന്നുണ്ട്, പലരും കുറെ നാൾ കഴിഞ്ഞ് പ്രതികരിക്കുന്നത്. പക്ഷെ അതല്ല വേണ്ടത്. റൈറ്റ് നമ്മുടെ ആ കൃത്യസമയത്തുള്ള നമ്മുടെ റെസ്പോൺസ് ആണ്, റൈറ്റ് റെസ്പോൺസ് അറ്റ് റൈറ്റ് ടൈം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. അതുപോലെ തന്നെ ഷെയറിംഗ് പാരന്റിങ് ജോയ്സ്. നമ്മുടെ പാരന്റിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജോയ്. അത് ആ ഒരു നമ്മുടെ കുട്ടികളെ വളർത്തി വരുന്ന ആ ഒരു സന്തോഷം പെൺകുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കേണ്ട. യു ക്യാൻ ഷെയർ, മെൻ ഓൾസോ ക്യാൻ ഷെയർ ദാറ്റ് ജോയ്, ദ പാരന്റിങ് ജോയ്. Then healthiest work-life balance, അത് ഞാൻ നേരത്തെ പറഞ്ഞു. സപ്പോർട്ട് ഈച്ച് അതർ ആസ് ഈക്വൽ പാർട്ട്നേഴ്സ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ പാർട്ട്നേഴ്സ് ആവുക. മോഡൽ റെസ്പെക്ട്ഫുൾ ആവുക. ദാറ്റ് മീൻസ് നമ്മുടെ പാർട്ട്ണറുടെ മുമ്പിലോ, അല്ലെങ്കിൽ വിമൻ എന്ന് പറയുന്ന ഒരു ജെൻഡറിന്റെ മുമ്പിലോ, അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്ന ജെൻഡറിന്റെ മുമ്പിലോ നമ്മൾ മോഡൽ റെസ്പെക്ട്ഫുൾ ആവുക. ദാറ്റ് മീൻസ് സെക്സിയസ്റ്റ് ആയിട്ടുള്ള കമന്റുകളും, അതുപോലെ തന്നെ ഒരാളെ ഇകഴ്ത്തിക്കൊണ്ടുള്ള സംസാരവും, അതുപോലെ തന്നെ ചേഷ്ടകളും ഒക്കെ ഒഴിവാക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോഡൽ റെസ്പെക്ട്ഫുൾ ആവുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നു, ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് ഇനിയും ഈക്വലൈസ്ഡ് ആയിട്ടില്ല. പക്ഷെ ചില കേസസിൽ മെൻ ഓൾസോ ആർ സഫറിങ്, അതും പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ സൊസൈറ്റിയിൽ അതായത് പുരുഷ സമൂഹവും സഫർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ലോസ് ആർ ഓൾ ടുവേർഡ്സ് വുമൺ. ഒരു സ്ത്രീക്കാണ് എല്ലാ സപ്പോർട്ടും ഇന്ന് കിട്ടുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് പല കേസസിലും മെയിൽ പേഴ്സൺസിനെ ഹരാസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കും ഇന്ന് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യ ശ്രദ്ധിച്ചതാണ് അല്ലെ. ഒരു യൂട്യൂബർ ഒരാളെ ഹരാസ് ചെയ്തിട്ട് ആൾ ആത്മഹത്യ ചെയ്ത കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ദേ ആർ എന്താ പറയുന്നത്, ഫീമെയിൽ പേഴ്സൺസ്, അതായത് സ്ത്രീകള് അത് മുതലെടുക്കുന്നുണ്ട്, ഈ നിയമങ്ങളൊക്കെ മുതലെടുക്കുന്ന ഒരു കേസസും നിലവിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആൻഡ് വെൻ വി ആർ കൺസിഡറിങ് അബൌട്ട് ഫീമെയിൽ പേഴ്സൺസ്, വി വാണ്ട് ടു സേ അബൌട്ട് സം സക്സസ് സ്റ്റോറീസ് ആർ ദെയർ. നമുക്കറിയാം കൽപ്പന ചൗള, ദ ഫസ്റ്റ് വൺ ടു സ്പേസിലെത്തിയ കൽപ്പന ചൗള. മേരി കോം 6 times വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഏതിനകത്താണ്? ബോക്സിങ്ങിനകത്താണ്. നിങ്ങൾക്കറിയാം, ആണുങ്ങളുടെ മാത്രം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് പറ്റുമെന്ന് കരുതിയിരുന്ന ബോക്സിങ്ങിനകത്ത് 6 പ്രാവശ്യമാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. കിരൺ മജുംദാർ, നിങ്ങൾക്കറിയാം, ബയോടെക് പൈനിയർ ആൻഡ് ഫൗണ്ടർ ആണ്. ബയോകോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടർ ആണ്. ഒരു 3 എക്സാമ്പിൾസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് എല്ലാ രംഗത്തും സ്ത്രീകൾക്കും ഉറപ്പായിട്ടും എത്തിച്ചേരാം. അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായ ഒരു സൊസൈറ്റി നിലവിൽ ഉണ്ടാവട്ടെ. വേർ വി എഡ്യൂക്കേറ്റ് പേഴ്സൺസ് എന്താണ് വിത്ത് റെസ്പെക്ട് ഓർ വിത്തൗട്ട് ജെൻഡർ ബയാസ്. Where we educate without gender bias, there we shape a future without limits. ഇവിടെയാണോ നമ്മൾ ജെൻഡർ ബയാസ് ഇല്ലാതെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അവിടെ നമുക്ക് ലിമിറ്റുകളില്ലാത്ത, അതിരുകളില്ലാത്ത ഒരു സൊസൈറ്റിയിലേക്ക് ആൾക്കാരെ നയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ നയിക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. ആൻഡ് റൈറ്റ് റെസ്പോൺസ്, റൈറ്റ് ടൈം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേർഡാണ്. ഞാൻ കോട്ട് ചെയ്ത വേർഡാണ് റൈറ്റ് റെസ്പോൺസ് ആൻഡ് റൈറ്റ് ടൈം. കറക്റ്റ് സമയത്ത് റെസ്പോണ്ട് ചെയ്യുക, അത് റെസ്പോൺസ് കറക്റ്റ് സമയത്താവുക, പിന്നേക്ക് അത് മാറ്റി വെക്കരുത്. ഓക്കെ. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ലിംഗഭേദമന്യേ സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ,
അവസരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, സാമൂഹിക പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുന്ന അവസ്ഥയാണ് ലിംഗസമത്വം, ജെൻഡർ ഈക്വാലിറ്റി. ഇത് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലും വിവേചനം ഇല്ലാതാക്കുകയും വിഭവങ്ങളെ, തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്ന തുല്യ പ്രാധാന്യം നൽകുക എന്നത് വളരെ ഭംഗിയായിട്ട് അവസാനം സംസാരിച്ചു ടീച്ചർ. ആൻഡ് നൗ ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം കുറച്ച് ചുരുക്കാൻ വേണ്ടി പോവാണ്. കാരണം എന്താ, എല്ലാവരും ഇന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും വോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം ഓരോരോ ജോലി സ്ഥലത്തേക്ക് എത്തിക്കാൻ. അപ്പോൾ ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക് മാക്സിമം ചുരുക്കണം. അത് കുറച്ച് പേരിലേക്ക് മാത്രമേ ഇന്ന് അലൗ ചെയ്യുള്ളൂ. താങ്ക് യു. നൗ ഐ എം ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക് നൗ. ഞാൻ പറഞ്ഞോട്ടെ സാർ. താങ്ക് യു സോ മച്ച് മുജീബ് സാറെ. താങ്ക് യു സോ മച്ച്. യെസ് സർ, കേൾക്കാമല്ലോ സാർ? ഓഡിബിൾ ആണോ സാർ? ഓക്കെ. താങ്ക് യു സാർ. വിദ്യാകുമാരി മാം, നല്ലൊരു സെഷൻ, മനോഹരമായ സെഷൻ, ഏറെ പ്രസക്തിയുള്ള സെഷനാണ്. കാരണം ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നിയമം കുഴപ്പമില്ല. നിയമം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 ഉണ്ട്, ആർട്ടിക്കിൾ 15 ഉണ്ട്, ആർട്ടിക്കിൾ 19 ഉണ്ട്. പക്ഷെ ഈ നിയമം നടപ്പാക്കുന്നതിൽ സാർ, മാം പറഞ്ഞതുപോലെ ഇപ്പോഴും ഗ്ലാസ് സീലിംഗ് ഉണ്ടെന്നുള്ളതാണ്. ആ ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഭാഗത്ത് മാത്രമല്ല, സ്ത്രീകളുടെ ഭാഗത്തും ഉണ്ട്. അവര് പറയുന്നത് കാര്യം സുപ്രീം കോടതി പറഞ്ഞു, അവിടെ പ്രവേശിച്ചോളാൻ പറഞ്ഞു. ഞാൻ സ്ഥലം പറയുന്നില്ല. അപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാ? അത് പറ്റൂല, ഞങ്ങൾ പോകാൻ റെഡിയല്ല എന്ന് പറയുന്ന സ്ത്രീകൾ ഒരു വശത്ത് നിൽക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും മനുഷ്യരാണ്. ആ ഒരു രീതിയിലേക്ക് ഇതിലേക്ക് ഇനിയും ഡിസ്കഷൻ നടക്കേണ്ടതുണ്ട്. നല്ലൊരു വിഷയം കൊണ്ടുവന്നിരിക്കുന്ന മനോഹരമായ വിഷയം.